ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് MDC ആണ്. MDCയിലെ കെമിസ്ട്രി ആൻഡ് ഡെയിലി ലൈഫ് സെക്കൻഡ് സെമസ്റ്ററിലെ മൊഡ്യൂൾ 2 കെമിസ്ട്രി ആൻഡ് അഗ്രികൾച്ചറിലെ ഇതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് പോർഷനാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. Pesticide pollution and its impact on environment. Pesticide residues will remain in the environment after an application. The pesticides may reach the air from droplets, dust, vapors, etc. Pesticide reaches water body by agriculture runoff and leaching. Hence, air, water and soil will be polluted. ഇത് പറയുന്നത് കീടനാശിനികൾ പ്രയോഗിച്ച ശേഷം അവയുടെ അവശിഷ്ടങ്ങൾ പരിസ്ഥിതിയിൽ തന്നെ നിലനിൽക്കും. തുള്ളികൾ, പൊടി, വാതകങ്ങൾ എന്നിവ വഴി കീടനാശിനികൾ വായുവിലേക്ക് എത്താം. കൃഷിയിടങ്ങളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം റൺ ഓഫ് വഴിയും മണ്ണിലൂടെ ചുരം കയറി ലീച്ചിങ് കീടനാശിനി ജലാശയങ്ങളിലേക്ക് എത്തുന്നു. ഇതിലൂടെ വായു, വെള്ളം, മണ്ണ് എന്നിവ മലിനമാകുന്നു. പിന്നെ ഇതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് ആണ് excessive concentrations of chlorinated hydrocarbon pesticides in human tissues cause hormonal imbalance, cancer of the organs, leukemia, etc. Chlorinated hydrocarbon കീടനാശിനികളുടെ അധിക അളവ് മനുഷ്യ ശരീരത്തിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥയും ക്യാൻസറും ഉണ്ടാക്കും. Organophosphate pesticides interfere with the transmission of nerve impulses, causing unconditional tremors, spasms, convulsions and paralysis. ഓർഗാനോഫോസ്ഫേറ്റ് കീടനാശിനികൾ നാഡീ സന്ദേശങ്ങളുടെ കൈമാറ്റത്തെ ബാധിച്ച് നടുങ്ങൽ, ക്ഷീണം, പക്ഷാഘാതം എന്നിവ ഉണ്ടാക്കും. Pesticides reduce the production of sex hormones leading to sterility. കീടനാശിനികൾ ലൈംഗിക ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറച്ച് വന്ധ്യതയ്ക്ക് കാരണമാക്കുന്നു. ഹൈ പെസ്റ്റിസൈഡ് ലെവൽസ് ഇൻ പ്രഗ്നന്റ് വുമൺ മേ കോസ് അബോർഷൻസ് ആൻഡ് ഡിഫോർമാലിറ്റീസ് ഇൻ ബേബീസ്. ഗർഭിണികളിൽ ഉയർന്ന അളവിൽ കീടനാശിനികൾ ഉണ്ടായാൽ ഗർഭഛിദ്രവും കുഞ്ഞുങ്ങൾ രൂപവൈകല്യങ്ങളും ഉണ്ടാകാം. പെസ്റ്റിസൈഡ്സ് കോസ് ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് കിഡ്നി ഡാമേജ്. കീടനാശിനികൾ ഉയർന്ന രക്തസമ്മർദ്ദവും വൃക്കനാശവും ഉണ്ടാക്കാം. ഇൻ ഹൈ കോൺസെൻട്രേഷൻ പെസ്റ്റിസൈഡ്സ് മേ കോസ് ഡെത്ത്. കൂടുതലായ അളവിൽ പെസ്റ്റിസൈഡ്സ് വന്നു കഴിഞ്ഞാൽ കീടനാശിനികൾ മരണത്തിനും കാരണമാകാം. സോയിൽ മൈക്രോ ഓർഗാനിസം വിൽ ഡൈ. മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ നശിക്കും. സോയിൽ ന്യൂട്രിയൻസ് ഡിഗ്രീസ് സ്ലോയിങ് പ്ലാന്റ് ഗ്രോത്ത്. മണ്ണിലെ പോഷകങ്ങൾ കുറയുകയും സസ്യങ്ങളുടെ വളർച്ച ഇതായി പോവുകയും ചെയ്യുന്നു. Control of pesticide pollution. The use of highly persistent pesticides should be replaced by less persistent പെസ്റ്റിസൈഡ്സ്. ദീർഘകാലം നിലനിൽക്കുന്ന കീടനാശിനികൾക്ക് പകരം കുറഞ്ഞ കാലം മാത്രം നിലനിൽക്കുന്നവ ഉപയോഗിക്കുക. When the use of persistent pesticide is necessitated, its use should be restricted to the optimum minimum without any excess, strictly localized to the area. ദീർഘകാല കീടനാശിനികൾ ആവശ്യത്തിന് മാത്രം കുറഞ്ഞ അളവിൽ ഉപയോഗിക്കണം. Effluents from pesticide factories should be treated by suitable methods before they are released into water bodies. കീടനാശിനി ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യം ജലാശയങ്ങളിലേക്ക് വിടുന്നതിന് മുമ്പ് ശുദ്ധീകരിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പെസ്റ്റിസൈഡ്സ്, ബയോളജിക്കൽ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ബൈ റിലീസിങ് പ്രൊഡക്റ്റേഴ്സ് ആൻഡ് പാരസൈറ്റ്സ് ഓഫ് പെസ്റ്റ്. കീടങ്ങളെ നിയന്ത്രിക്കാൻ പ്രകൃതിദത്ത ശത്രുക്കളായ ജീവികളെ ഉപയോഗിക്കുന്ന ജൈവമാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. Spraying synthetic pheromones and sex stimulants in non-cultivated areas can be tried to attract the pests from the cultivated areas and thereby the use of pesticides can be avoided. ഫിറമോണുകൾ ഉപയോഗിച്ച് കീടങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയും. Pheromones can be used to attract pests away from crops. Natural pesticides like the petroleum products, kerosene, petrol, etc. or plant products, tobacco preparation, neem or turmeric extracts, etc. can be used as far as possible in place of synthetic pesticides. Natural pesticides like neem and turmeric extracts can be used. neem, മഞ്ഞൾ പോലുള്ള പ്രകൃതിദത്ത കീടനാശിനികളും ഉപയോഗിക്കാം. അടുത്ത ടോപ്പിക്കാണ് എൻഡോസൾഫാൻ ഡിസാസ്റ്റർ ഇൻ കേരള. എൻഡോസൾഫാൻ ഈസ് ആൻ ഓർഗാനോക്ലോറിൻ ഇൻസെക്ടിസൈഡ് ദാറ്റ് ഈസ് ബാൻഡ് ഗ്ലോബലി. എൻഡോസൾഫാൻ ഒരു ഓർഗാനോക്ലോറിൻ ഇൻസെക്ടിസൈഡ് ആണ്. ഇത് ലോകവ്യാപകമായി നിരോധിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ പെസ്റ്റിസൈഡ് ബിലോങ്ങിങ് ടു ദ ഗ്രൂപ്പ് ഓഫ് സൈക്ലോഡിയൻസ്. ഇത് സൈക്ലോഡിയൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കീടനാശിനിയാണ്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ആൽഫ ആൻഡ് ബീറ്റ ഫോംസ്. ഇത് ആൽഫ, ബീറ്റ എന്നീ രണ്ട് രൂപങ്ങളിൽ കാണപ്പെടുന്നു. ദ ആൽഫ ഐസോമർ ഹാസ് എ സോലുബിലിറ്റി ഓഫ് 0.32 mg/L ആൻഡ് ദ ബെറ്റ ഐസോമർ 0.33 mg/L ഓഫ് വാട്ടർ. ആൽഫ ഐസോമറിൻ്റെ ദ്രവ്യത 0.32 mg/L ബീറ്റ ഐസോമറിൻ്റെ 0.33 mg/L എൻഡോസൾഫാൻ ഈസ് ഹൈലി ടോക്സിക്, ബയോ അക്യുമുലേറ്റ്സ് ആൻഡ് കോസസ് എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ. എൻഡോസൾഫാൻ വളരെ വിഷമുള്ളതും ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നതുമായ ബയോ അക്യുമുലേഷൻ ഹോർമോൺ വ്യവസ്ഥയെ ബാധിക്കുന്നതുമാണ്. The manufacture and the use of endosulfan were negotiated under the Stockholm Convention in
April 2011 and the ban has taken effect from 2012 with certain uses excepted for an additional 5 years. 2011 സ്റ്റോക്ക്ഹോം കൺവെൻഷനിലൂടെ നിരോധിക്കുകയും 2019 നടപ്പിലാക്കുകയും ചെയ്തു. The Agriculture Department planted cashew trees on the hills around Pandra in Manjeshwaram Taluk of Kasaragod district in Kerala around 1963 and 64. കാസർഗോഡ് ജില്ലയിലെ മലപ്രദേശങ്ങളിൽ 1963-64 കാലഘട്ടത്തിൽ കശുവണ്ടി മരങ്ങൾ നട്ടു. In 1976, tea mosquito was a major pest that affected the yield. 1976 tea mosquito എന്ന കീടം വിളവിനെ ബാധിക്കുന്നു. To begin with, a pesticide called Endrin was sprayed and later in 1978, Plantation Corporation of Kerala (PCK) started spraying endosulfan aerially in 50 panchayats. ആദ്യം എൻട്രിൻ എന്ന കീടനാശിനി ഉപയോഗിക്കുകയും പിന്നീട് എൻഡോസൾഫാൻ ആകാശത്ത് നിന്ന് തളിക്കുകയും ചെയ്തു. ദ PCK continued സ്പ്രേഡ് ഓഫ് എൻഡോസൾഫാൻ മോർ ദാൻ 20 years. ഇത് 20 കൊല്ലത്തോളം അവർ സ്പ്രേ ചെയ്തു. ദ റെസിഡൻസ് ഓഫ് കാസർഗോഡ് നോട്ടീസ് ദ ഡിസപ്പിയറൻസ് ഓഫ് ഹണി ബീസ്, ഫ്രോഗ്സ് ആൻഡ് ഫിഷ് ഫ്രം ദാറ്റ് ഏരിയാസ്. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ 15 പഞ്ചായത്തുകൾ എൻഡോസൾഫാൻ തളിച്ചു. ഈ തളിക്കൽ 20 വർഷത്തിലധികം തുടരുകയും ചെയ്തു. ആ പ്രദേശത്ത് തേനീച്ചകളും തവളകളും മീനുകളും ഇല്ലാതാകുന്നതും ആളുകൾ ശ്രദ്ധിച്ചു. Endosulfan contaminated the soil and water because of aerial spray and found its way into the food chain, affecting lower and higher forms of life in the area, including humans. എൻഡോസൾഫാൻ മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കി ഭക്ഷ്യശൃംഖലയിലേക്കും കടന്നു. ഇത് ചെറുജീവികളുടെയും വലിയ ജീവികളുടെയും ഉൾപ്പെടെ മനുഷ്യരെയും ബാധിച്ചു. എൻഡോസൾഫാൻ and its degradative products such as endosulfan sulfate and endosulfan diols are toxic. എൻഡോസൾഫാനും അതിൻ്റെ വിഘടന ഉൽപ്പന്നങ്ങളും വിഷമാണ്. The half-life of endosulfan and its degradative products ranges from 9 months to 6 years. ഇതിൻ്റെ ഹാഫ് ലൈഫ് 6 മാസം മുതൽ 6 വർഷം വരെ വ്യത്യാസപ്പെടുന്നു. Exposure to endosulfan happen by breathing air from where it has been sprayed, by drinking water contaminated with endosulfan, by being in contact with contaminated soil, by eating contaminated food, by smoking cigarettes made from contaminated tobacco, or by working at factories where endosulfan is manufactured. ഇത് പറയുന്നത് എൻഡോസൾഫാൻ തളിച്ച പ്രദേശങ്ങളിലെ വായു ശ്വസിക്കുന്നതിലൂടെ അതിൻ്റെ ബാധ ഉണ്ടാകുന്നു. മലിനമായ വെള്ളം കുടിക്കുന്നതിലൂടെ അതിൻ്റെ ബാധ ഉണ്ടാകുന്നുണ്ട്. മലിനമായ മണ്ണുമായി സമ്പർക്കത്തിൽ വരുന്നതും ബാധയ്ക്ക് കാരണമാകും. മലിനമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എൻഡോസൾഫാൻ മലിനീകരിച്ച പുകയില ഉപയോഗിക്കുന്നത് പോലും ബാധയ്ക്ക് കാരണമാകും. The Kerala government banned the use of endosulfan in 2005. കേരള ഗവൺമെൻറ് 2005 അത് ഉപയോഗിക്കുന്നത് നിരോധിച്ചു. വർക്കേഴ്സ് ഇൻ ഫാക്ടറീസ് മാനുഫാക്ചർ are exposed. എൻഡോസൾഫാൻ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്കും ബാധ ഉണ്ടാക്കി. Furthermore, in 2017, the Supreme Court of India directed the Kerala government to pay 500 crores to over 5,000 victims of the endosulfan tragedy. 2017 സുപ്രീം കോടതി ബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടു. 5000-ലധികം ബാധിതർക്ക് 500 കോടി രൂപ നൽകാൻ നിർദ്ദേശിച്ചു. ഫോക്കസ് ഓൺ ഹെൽത്ത്, റീഹാബിലിറ്റേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ മോണിറ്ററിംഗ്. ആരോഗ്യ സംരക്ഷണം, പുനരധിവാസം, പരിസ്ഥിതി നിരീക്ഷണം എന്നിവയ്ക്കും പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നു. Relief and remediation plans focus on health, socio-economic welfare, rehabilitation and empowerment, as well as a periodic assessment of environmental effects. The symptoms prevalent in humans are: children suffer from nervous system disorders like cerebral palsy and epilepsy. കുട്ടികളിൽ cerebral palsy, epilepsy പോലുള്ള നാഡീവ്യവസ്ഥിത രോഗങ്ങൾ കാണപ്പെടുന്നു. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത് മേ ബി അഫക്റ്റഡ്. മാനസവും ശാരീരികവുമായത് ലിവർ ആൻഡ് ബ്ലഡ് ക്യാൻസേഴ്സ്. മെൻ മേ സഫർ ഫ്രം ഇൻഫെർട്ടിലിറ്റി. വുമൺ മേ എക്സ്പീരിയൻസ് ഹോർമോണൽ പ്രോബ്ലംസ്. സ്കിൻ ഡിസീസ് മേ ഡെവലപ്പ്. ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകാം. ആസ്മ ഉണ്ടായി. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആൻഡ് സൂസൈഡ് ടെൻഡൻസി മേ വെപ്പർ. മാനസിക പ്രശ്നങ്ങളും ആത്മഹത്യ ആഗ്രഹങ്ങളും എല്ലാം വന്നു. ന്യൂബോൺ ബേബീസ് മേ ഹാവ് ഡിസ്ഫോമിറ്റീസ്. പുതുജനിച്ച കുഞ്ഞുങ്ങൾക്ക് രൂപവൈകല്യങ്ങൾ. എബൌട്ട് 500 ഡെത്ത് വർ റെക്കോർഡഡ് ഡ്യൂ ടു എക്സ്പോസർ. ഏകദേശം 500 മരണങ്ങൾ. എൻഡോസൾഫാൻ കോസസ് എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ. എൻഡോസൾഫാൻ ഹോർമോൺ വ്യവസ്ഥയെ ബാധിക്കുന്നു. പിന്നെ അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റാണ്. Many animals, birds and insects disappeared after spraying. തളിക്കലിന് ശേഷം പല മൃഗങ്ങളും പക്ഷികളും കീടങ്ങളും ഇല്ലാതായി. സ്പീഷീസ് ലൈക്ക് റാറ്റ്സ്, സ്ക്വിറൽസ്, ക്രൗസ്,
ക്രോസ്, ബട്ടർഫ്ലൈസ്, ഫിഷ്, ഫ്രോഗ്സ് ആൻഡ് സ്നേക്സ് വർ അഫക്റ്റഡ്. എലി, അണലി, കാക്ക, ശലഭം, മീൻ, തവള, പാമ്പ് എന്നിവയെല്ലാം ഇത് ബാധിച്ചു. ഹണി ബീസ് ഡിസപ്പിയർഡ് ഫ്രം ദ ഏരിയ. ആ ഭാഗത്തുള്ള തേനീച്ചകളൊക്കെ ഡിസപ്പിയർഡായി. ദിസ് അഫക്റ്റഡ് ഫാമേഴ്സ് ഇൻകം നെഗറ്റീവ്ലി. ഇതിലൂടെ കർഷകരുടെ വരുമാനം കുറയുകയും ചെയ്തു. ഇത്രയാണ് എൻഡോസൾഫാൻ ഡിസാസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും പറയുന്നതോടെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളായ കെമിസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ ഇവിടെ കഴിയാണ്. അപ്പം നമ്മളിപ്പോൾ 2 മൊഡ്യൂളിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാവരും കയറി കാണുക. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിലുള്ളത് തന്നെയല്ല പറയുന്നത്, ഞാൻ കുറച്ച് പോയിൻറ്റ്സ് എക്സ്ട്രാ ആണ് പറയുന്നത്. ഇതും നോക്കാം. പിന്നെ പറയുന്ന പോയിൻറ്റ്സാണ് കുറച്ചും കൂടെ എളുപ്പമെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതും കൂടെ നോക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് മൊഡ്യൂളുമായിട്ട് വേറൊരു ദിവസം കാണാം. അപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.